പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ദിനത്തിൻ്റെ ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ദൈവവചനമായി വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ലൈവിൽ ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിന് നന്ദി പറയുകയാണ്. ഓരോ ദിനങ്ങളും ദൈവം നമ്മെ പരിപാലിക്കുന്നു, വഴി നടത്തുന്ന എല്ലാ നല്ല ദാനങ്ങളും നൽകി നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കപ്പെട്ട അവസരത്തിന് വീണ്ടും നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ മേൽ കർത്താവ് പകരട്ടെ. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഒരു ദൈവവചന ചിന്ത നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണ്. യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേൻ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഒരു ദൈവഭക്തനായ മനുഷ്യനെ കുറിച്ചാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ടിൽ ആമേൻ സ്തോത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആമേൻ തലക്കെട്ട് ദൈവസന്നിധിയിൽ സ്തോത്രം വിശ്വസ്തയോടെ, ധൈര്യത്തോടെ, വ്യക്തമായ ദർശനത്തോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ, ഒരു ദൈവമകനെ ആമേൻ ദൈവം എങ്ങനെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. വിശുദ്ധിയിലും ദൈവകൃപയിലും താഴ്മയിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യക്തമായ ദർശനം പ്രാപിച്ച്, വ്യക്തമായ വിളി മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം വഴികളിൽ നടക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഏതൊക്കെ വിധങ്ങളിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. പ്രൈസ് ലോർഡ്. അതിന് ആധാരമായിട്ട് ആണ് യോബിൻ്റെ പുസ്തകം നമ്മളിന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോബിൻ്റെ പുസ്തകം, യോബിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പകൽ അല്പസമയം ചിന്തിക്കാനായി, ഷെയർ ചെയ്യാനായിട്ട് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവമനുഷ്യനായ, ദൈവഭക്തനായ യോബിനെ ആമേൻ സ്തോത്രം, യോബ് എന്ന മനുഷ്യനെ കുറിച്ച് ആമേൻ ദൈവം രേഖപ്പെടുത്തുന്ന, ദൈവം കൊടുക്കുന്ന ചില ഇൻഫർമേഷൻസുകൾ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം നൽകുന്ന ആമേൻ ചില ഇൻഫർമേഷൻ. ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന അവന് കൊടുക്കുന്ന ചില സാക്ഷ്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ്? 1-ാം അധ്യായം വായിക്കുന്നു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. പിന്നീട് അവനുള്ള
സമ്പത്തിനെക്കുറിച്ചും അവൻ്റെ നന്മകളെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവൻ്റെ ഉയർച്ചകളെക്കുറിച്ചുമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദൈവഭക്തനായി ജീവിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവവഴികളിൽ നടന്ന ദൈവഭക്തനായ യോബിനെ കുറിച്ച് ആമേൻ ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സാക്ഷ്യമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ആമേൻ സ്തോത്രം, നാം ആമേൻ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് നന്ദി, സ്തോത്രം. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമേൻ സംഭവിച്ചതായ സംഭവ വികാസങ്ങളെ നമുക്ക് ഒന്ന് വിലയിരുത്തി പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവഭക്തനായി, വിശ്വസ്തനായി, നിഷ്കളങ്കനായി, നേരുള്ളവനായി ഈ ഭൂമിയിൽ ജീവിച്ച ഈ ദൈവഭക്തൻ്റെ ജീവിതത്തിൽ വന്ന ആമേൻ സ്തോത്രം നേരിട്ട ചില അസാധാരണ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ദൈവവചനം മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ പിശാച് എന്ന ആമേൻ സ്തോത്രം ആമേൻ സംവിധാനത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പിശാചിനോട് യഹോവ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ദാസനായ യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഈ ദൈവമനുഷ്യനെക്കുറിച്ച്, ദൈവഭക്തനായ മനുഷ്യനെക്കുറിച്ച് പിശാചും ദൈവവും സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തരായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന് അവനെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് അവനെക്കുറിച്ച് വലിയ കരുതലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ പിശാചും അവനോട് ഈ ദൈവഭക്തനെക്കുറിച്ച് ദൈവത്തോട് വാദിക്കാനായി വരും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഭക്തനെക്കുറിച്ചിപ്പോൾ ദൈവവും പിശാചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവസാനം പിശാച് ദൈവത്തോട് പറയുകയാണ്, യോബ് ഭക്തനായിരിക്കുന്നത് വെറുതെയാണോ? നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? സ്തോത്രം. നീ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ? വെറുതെ അല്ല അവൻ ഭക്തനായിരിക്കുന്നത്, നീ അവന് സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ? ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് ദൈവത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്, ഇവൻ എന്നെ വിളിക്കും, ഇവൻ എൻ്റെ ദാസനാണ്, ഇവൻ ഉറപ്പോടെ നിൽക്കും എന്ന വ്യക്തമായൊരു ബോധ്യം ദൈവത്തിന് യോബിനെ കുറിച്ചുണ്ടായിരുന്നത് കൊണ്ട് ആമേൻ സാത്താൻ പറഞ്ഞ വാക്കുകൾ ദൈവം കേട്ടിട്ടു. അവൻ്റെ വേലി, അവന് ചുറ്റുമുള്ള സംരക്ഷണങ്ങൾ മാറ്റിക്കൊടുത്തു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സമ്പത്തുകൾ ഓരോന്നും നഷ്ടപ്പെടാൻ തുടങ്ങി. അവനുള്ളതൊക്കെ നശിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തമായ ദൈവത്തിന് ഒരുവനെ വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ, ദൈവം ഒരുവനെ ഇഷ്ടപ്പെട്ടാൽ, ദൈവം ഒരുവൻ്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. അവനേത് പ്രതിസന്ധിക്കകത്തും നിൽക്കും, ഏത് സാഹചര്യങ്ങളിലും ജീവിക്കും, ഏത് ഇടങ്ങളിലും അവൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ദൈവത്തിനൊരു ബോധ്യം യോബിനെ കുറിച്ച് വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താൻ്റെ പരാമർശങ്ങൾക്ക് മുൻപിൽ, സാത്താൻ്റെ വാദങ്ങൾക്ക് മുമ്പിൽ, ആമേൻ സ്തോത്രം, ആമേൻ വാദത്തിൻ്റെ മുമ്പിൽ യോബ്
ഇയ്യോബിനെ ദൈവം വിട്ടുകൊടുത്തു. ആമേൻ, സ്തോത്രം. അവൻ എൻ്റെ ദാസനാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചു. ആമേൻ, ഇയ്യോബിനെ തകർക്കാൻ, ഇയ്യോബിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത്, ഇയ്യോബിൻ്റെ ആരാധനയെ, ഇയ്യോബിൻ്റെ പ്രാർത്ഥന ജീവിതത്തെ, അവൻ്റെ നല്ല നടപ്പിനെ, അവൻ്റെ ഭക്തിയെ സ്തോത്രം ഇല്ലാതാക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവനെ നശിപ്പിച്ചു കളയുവാൻ പിശാചായവൻ തന്ത്രങ്ങൾ ഒരുക്കി. പക്ഷേ ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദാസനായ യോബ് ഭക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ദാസനായ ഇയ്യോബ് വിശ്വസ്തനാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിനൊരു ഉറപ്പ് കിട്ടി. ആമേൻ, സ്തോത്രം. ദൈവം പറഞ്ഞു, അതേ, സ്തോത്രം, സാത്താനെ, ഞാൻ ഇയ്യോബിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, നീ അവൻ്റെ ശരീരത്തിലോ അവൻ്റെ ജീവനെയോ നീ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട്, ആമേൻ, സ്തോത്രം, ഇയ്യോബിനെ സാത്താൻ്റെ കയ്യിലേക്ക് ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് ഒരാളെ ബോധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ഒരാളുടെ ജീവിതം യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ദൈവം അവനെ ഉപയോഗിക്കുന്ന വിധങ്ങൾ വലിയതാണ് എന്ന് നമ്മൾ ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് ഒരുവനെ ബോധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ഒരുവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദൈവം അവനെ എവിടെയും വിടും. ദൈവം അവനെ എന്തിനും നിർത്തുവാൻ ദൈവത്തിന് സ്തോത്രം, അവന് ഇഷ്ടമാണ്. ദൈവത്തിന് അവനെക്കുറിച്ച് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സ്തോത്രം ആരായിക്കൊള്ളട്ടെ, ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ദൈവമകനെ, ദൈവവൈതലേ, ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് നിന്നെ ബോധിച്ചാൽ, ദൈവം സ്തോത്രം നിന്നിലൂടെ അസാധാരണമായി ഇത് ചെയ്യും. നിന്നെ ഏത് മേഖലകളിലും വിടും, നിന്നെ ഏത് സ്ഥലത്തും നിർത്തും. ഏത് ആളുടെയും ഏത് സാഹചര്യം, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നെ വിടാൻ അവൻ ഉറപ്പുണ്ട്. ദൈവത്തിന് ഉറപ്പുണ്ട്. ദൈവത്തിന് അറിയാം, നിന്നെ അവിടെ നിർത്തിയാൽ, നിന്നെ അവിടെ വിട്ടാൽ, നിന്നെ അത് ഏൽപ്പിച്ചാൽ, നിന്നെ അത് സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ആ മേഖലയിൽ വിട്ടാൽ നീ തകരത്തില്ലെന്നും തളരത്തില്ലെന്നും നീ പരാജയപ്പെടത്തില്ലെന്നും നീ ഉറച്ചു നിൽക്കുമെന്നും ദൈവത്തിന് ഒരു ബോധ്യം നിന്നെക്കുറിച്ചുണ്ടായാൽ, നിന്നെ എവിടെയും വിടാൻ, എവിടെയും നിർത്താൻ ദൈവത്തിന് ഇഷ്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ ഇയ്യോബ് ഇരിക്കുന്നത് സാത്താൻ്റെ കയ്യിലാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അവൻ്റെ വിശ്വാസത്തിനോ അവൻ്റെ പ്രാർത്ഥനയ്ക്കോ അവൻ്റെ ശുശ്രൂഷയ്ക്കോ അവൻ്റെ ആരാധനയ്ക്കോ ഒരു കോട്ടങ്ങളും വരുന്നില്ല. പിശാചിൻ്റെ കൈകളിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, സാത്താൻ ശുശ്രൂഷ ചെയ്യുകയാണ്. സാത്താൻ അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുന്നില്ല. അവൻ അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെയും അവൻ ആരാധിക്കുന്നു, അവിടെയും അവൻ ദൂത് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിനൊരുവനെ ബോധ്യമായാൽ, ദൈവം ഒരുവനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആമേൻ, ദൈവം അവന് ഏത് വഴികളും തുറന്നു കൊടുത്ത് ഏത് മേഖലകളിലും ദൈവം അവനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ബോധ്യമുണ്ടോ? ദൈവത്തിന് നിന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ, നിന്നെ അസാധാരണ നിലകളിൽ ദൈവം പ്രയോജനപ്പെടുത്തുമെന്നുള്ള സ്തോത്രം ഒരു സന്ദേശമാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രതികൂലങ്ങൾ ഒന്നൊന്നായി കടന്നു വന്നു. യോബിനെതിരെ ഒരുപാട് സ്തോത്രം വെല്ലുവിളികൾ വന്നു. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു. ഒരുപാട് തിരമാലകൾ തനിക്കെതിരെ ആഞ്ഞടിച്ചിട്ടും ആ പ്രതിസന്ധിക്കകത്ത് താൻ പിടിച്ചു നിന്നു, ഉറച്ചു നിന്നു. ഒരു മേഖലകളിലും താൻ പരാജയപ്പെട്ടില്ല. ഒരു ഇടങ്ങളിലും താൻ പരാജയപ്പെടാതെ ഉറച്ചു നിന്നപ്പോൾ
പ്രൈസ് ദ ലോർഡ്. പിന്നത്തേതിൽ ദൈവം മാനിച്ച ചരിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയും. 42-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഈ ശോധനയുടെയും പ്രതിസന്ധിയുടെയും ഒക്കെ നടുവിൽ തളരാതെ നിന്ന ഈ യോബിൻ്റെ ജീവിത ചരിത്രം അവസാനം കാണാൻ കഴിയുന്നത് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യോബിൻ്റെ സ്തോത്രം മുൻകാലത്തെ അവൻ്റെ പിൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ച ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. എന്ത് നഷ്ടപ്പെട്ടോ, എവിടെ പരാജയപ്പെട്ടോ, എന്ത് തനിക്ക് ഇല്ലാതെയായോ അത് മുഴുവനും തനിച്ച് തിരിച്ചു കൊടുക്കുന്ന ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. തിരിച്ചു ലഭിക്കുന്ന സ്തോത്രം അനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനത്തിലൂടെ എനിക്ക് കൈമാറാനുള്ളൊരു ദൂത്, ദൈവത്തിന് നിന്നെ ബോധ്യമായാൽ, ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നീ സ്തോത്രം ഒരുപക്ഷെ പ്രതികൂലത്തിനകത്ത് വീണേക്കാം, ഒരുപക്ഷെ പ്രതികൂലത്തിനകത്ത് നിന്നെ ഇട്ടേക്കാം. പക്ഷേ ദൈവം നിന്നെ മറക്കത്തില്ല. ദൈവത്തിന് ബോധ്യമുണ്ട്, അവൻ പരാജയപ്പെടത്തില്ല, അവൻ ഉറച്ചു നിൽക്കുമെന്നും ആ പ്രതികൂലത്തിൻ്റെ അകത്ത് അവൻ ജീവിക്കുമെന്നും അതിനകത്ത് അവൻ ശുശ്രൂഷിക്കുമെന്നും അതിൻ്റെ അകത്ത് അവൻ്റെ ആരാധന, പ്രാർത്ഥന അവൻ വിട്ടുകളയത്തില്ല, ദൈവത്തെ വിട്ട് കളയത്തില്ല, ദൈവത്തെ വിട്ടു പോകത്തില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യോബിനെ പ്രതികൂലത്തിനകത്തേക്ക് വിട്ടുകൊടുത്തു, പ്രതികൂലത്തിനകത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അവിടെ ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നാളുകൾ സ്തോത്രം പ്രതിസന്ധിക്കകത്ത് അവൻ കിടന്നു, ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കണം. സ്തോത്രം. ആ ഭക്തനായ മനുഷ്യൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി സാക്ഷ്യങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ, കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരാളെ ബോധ്യമായാൽ, ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ദൈവം ഒരാളെ അംഗീകരിച്ചാൽ, സ്തോത്രം, അവൻ ഹല്ലേലൂയ, അവനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. സ്തോത്രം, ഒരു മേഖലകളിലും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. അതെ, നാം തിരിച്ചറിയുക, ദൈവവൈതലേ, നിന്നെക്കുറിച്ച് നിന്നെ ദൈവം ഇഷ്ടപ്പെട്ടാൽ, നിന്നെ ദൈവം അംഗീകരിച്ചാൽ, നിന്നെ സ്തോത്രം, ദൈവം ഹല്ലേലൂയ, നിന്നെക്കുറിച്ചൊരു ഉറപ്പ് ദൈവത്തിന് കിട്ടിയാൽ ദൈവം നിന്നെ വിടത്തില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഏത് പ്രതികൂലത്തിനകത്ത് പോയാലും, ഏത് പ്രതിസന്ധിക്കകത്ത് വീണാലും നീ ഉറച്ചു നിൽക്കുമെന്നൊരു ബോധ്യവും ഉറപ്പും ദൈവത്തിനുള്ളത് കൊണ്ട് ദൈവത്തിന് പ്രൈസ് ദി ലോർഡ് നിന്നെക്കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടാകും. അതെ, ഇവിടെ ഹല്ലേലൂയ, ഈ മനുഷ്യൻ സ്തോത്രം, അവൻ്റെ ജീവിതകാലം മുഴുവനും പിന്നീട് സ്തോത്രം അവനെക്കുറിച്ച് കാണാൻ കഴിയുന്നത്, അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സ്തോത്രം ഈ ഒരു അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് നല്ലൊരു ബോധ്യമുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ വിട്ടുപോകത്തില്ല എന്നും, ദൈവ സാന്നിധ്യം വിട്ട് നിങ്ങൾ മാറത്തില്ലെന്നും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും തിരിഞ്ഞു പോകത്തില്ലെന്നും, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുമെന്നും, സ്തോത്രം, ആരാധനയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും, ശുശ്രൂഷകളിൽ നിങ്ങൾ തളരത്തില്ലെന്നും ദൈവത്തിന് ഉറപ്പുണ്ടായതുകൊണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ബോധ്യമുള്ളതുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പിന്നത്തേതിൽ നിങ്ങളെ മാനിക്കുമെന്ന് ഇന്ന് പകലിൽ ഞാനൊരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യം പ്രാപിക്കാം, ധൈര്യപ്പെടാം. ഇല്ല, തളരാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും. നിന്റെ നഷ്ടങ്ങളെ ദൈവം നികത്തി നിന്റെ സ്തോത്രം, പഴയകാല ജീവിതത്തെ, മുൻകാല ജീവിതത്തെ പിൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ച് നിന്നെ മാനിക്കുന്ന ദിനങ്ങൾ നിന്റെ മുൻപിൽ ഉണ്ടെന്ന് ഇന്ന് പകലിൽ അവിടുന്ന് തിരിച്ചറിയുക.
പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ മുന്നേറുക. നിന്റെ വിശ്വാസ ജീവിതത്തിന് കോട്ടങ്ങൾ വരാതെ, പ്രാർത്ഥന ജീവിതത്തിന് കോട്ടങ്ങൾ വരുത്താതെ ഉറപ്പോടെ പ്രതിസന്ധിക്കകത്ത് ഏത് പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രാർത്ഥനയിൽ നിന്നും, ആരാധനയിൽ നിന്നും, ദൈവോധന ധ്യാനത്തിൽ നിന്നും ഞാൻ പിന്മാറത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ അതിനായി ഹല്ലേലൂയ അവിടെ ഞാൻ പരാജയപ്പെടത്തില്ല എന്ന് ഉറപ്പോടെ നിൽക്കുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ധൈര്യം പ്രാപിക്കുക. നിങ്ങൾ വിശേഷതയുള്ളവരും വിലപ്പെട്ടവരും, നിങ്ങളെ ദൈവത്തിന് ഏറ്റവും നന്നായി അറിയുവാൻ കഴിയുന്ന ഒരാളാണ്. തളരാതെ നിൽക്കുക. ദൈവം നിങ്ങളെ മാനിക്കും, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കും. ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. യോബിനെ മാനിച്ച ദൈവം യോബിന് ഇരട്ടിയായ നന്മകളെ കൊടുത്ത് അവൻ്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റിയതുപോലെ തന്നെ ഒരു അനുഗ്രഹം, ഒരു വിജയം, ഒരു വിടുതൽ, ഒരു ഉയർച്ച നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ മുന്നേറുക. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.